ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നേരത്തെ ഒരു ജേണൽ വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ബീഡ്സ് വർക്കാണ് ചെയ്യാൻ പോകുന്നത്. ഈറിൻ്റെ ബീഡ്സ് ഒക്കെ ഉണ്ട്. ബീഡ്സ് വർക്കാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ബീഡ്സ് വർക്ക് ചെയ്യാം. ആദ്യം ഈറുമ്പ് എടുത്തിട്ടുണ്ട്. ഇനി സീസർ എടുക്കാം. സീസർ എടുത്തിട്ടുണ്ട്. ഞാൻ എൻ്റെ കൈമക്ക് പാകമായിട്ടുള്ള ഒരു അളവിലാണ് എടുക്കുന്നത്. ഒരു ഇത്ര അളവിലാണ് എടുക്കുന്നത്. കുറച്ച് ഒരു ഇത്ര അളവിലാണ് എടുക്കുന്നത്. കുറച്ച് എൻ്റെ അളവിനേക്കാളും ഒരു കുറച്ച് കൂട്ടിയിട്ടാണ് എടുക്കാൻ വേണ്ടിയിട്ട്. ഗൈസ്, ഇനി നമുക്ക് ബീഡ്സ് കോർക്കാം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു യെല്ലോ കളറിലുള്ളതാണ്. ആദ്യം യെല്ലോ കളറിലുള്ള ബീഡ്സ് കോർക്കാം. യെല്ലോ അല്ല ഗൈസ്, ഇതാണ് യെല്ലോ. ഇത് നമുക്ക് കോർത്ത് കൊടുക്കാം. ഗൈസ്, യെല്ലോ കോർത്തിട്ടുണ്ട്. അങ്ങനെ കുറച്ചൊരു 5 ബീഡ്സ് യെല്ലോ തന്നെ കോർക്കാം. കുറച്ച് ബീഡ്സ് യെല്ലോ തന്നെ കോർത്തിട്ട് പിന്നെ കുറച്ച് ഡിസൈൻ ബീഡ്സ് കൊടുത്ത് അങ്ങനെയാണ് ചെയ്യണത്. നടുക്ക് ഡിസൈൻ വരുന്ന രീതിയിലാണ്. ഇപ്പോൾ ഇത്ര കോർത്തിട്ടുണ്ട്. ഇനി ബാക്കി കുറച്ചും കൂടിയും കോർക്കാം. ഈ ഒരു വീഡിയോയിൽ 2 എണ്ണം ഉണ്ടാക്കുന്നത് കാണിക്കുന്നുള്ളൂ. ഒരു യെല്ലോവും ഒരു റെഡ് കളറുമാണ്. ഇത്ര കോർത്തിട്ടുണ്ട്. ഇനി ഒരു കുറച്ചൊരു വലുതൊന്ന് എടുക്കുന്നുണ്ട്. ഗൈസ്, ഇനി അടുത്തത് ഈ ഒരു സാധനമാണ് കോർക്കുന്നത്. ഒരു ലെമൺ ആ ഒരു ഡിസൈനിലുള്ള ഒന്നാണ്. ഇങ്ങനെ അതിന് ശേഷം 2 യെല്ലോ കുഞ്ഞി ബീഡ്സ് എടുത്ത് ഒരു 3 എണ്ണം ദെൻ 3 എണ്ണം എടുത്തിട്ടാണ് ഒട്ടിക്കുക. പിന്നെ അടുത്ത ബീഡ്സ് ഈ ഒരു മുട്ടായി ആണ് ഇടുന്നത്. ഒരു ഈ സാധനം ഒരു മുട്ടായിയുടെ ഷേപ്പിൽ ഒരു യെല്ലോ കളർ മിഠായിയാണ്.
ഡിസൈനിൻ്റെ വേറെ ബീഡ്സും എൻ്റെ കയ്യിലുണ്ട്. ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഈ നമ്മൾ കോർത്ത ബീഡ്സിൽ അളവ് കൂടുകയാണെങ്കിൽ ഇതാക്കൂല. ഇനി ഈ മുട്ടായിയാണ് കോർക്കുന്നത്. ഈ കുറച്ച് ബീഡ്സിന് ഒരു 3 എണ്ണം, ഒരു 4 എണ്ണം നമുക്ക് എടുക്കാം. ഇത്ര വേണ്ടി വരുള്ളൂ. ഇനി കുറയാണെന്ന് തോന്നുകയാണെങ്കിൽ അപ്പോൾ കുറച്ച് ബീഡ്സും കൂടി ഇട്ടാൽ മതി. ഇങ്ങനെയാണ് ഡിസൈനായിട്ട് ഇങ്ങനെയാണ് വരുന്നുള്ളൂ. ഇനി കുറച്ച് ബീഡ്സ് ഇവിടെ കൂടെ കോർത്താൽ നമ്മുടെ ബ്രേസ്ലെറ്റ് റെഡിയായി. ഒരു സിമ്പിളും കുറച്ചൊരു ഡിസൈനുള്ള പോലെയാണ് ചെയ്യുന്നത്. ലെറ്ററും ഉണ്ട്, പക്ഷെ അത്രയ്ക്ക് നല്ല ലെറ്റേഴ്സ് എൻ്റെ ഒരു കയ്യിൽ കുറവാണ്. അപ്പോൾ കുറച്ച് ബീഡ്സ് കോർത്തിട്ട് കാണാം. അപ്പോൾ ഗൈസ്, 2 സൈഡിലും ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ബ്രേസ്ലെറ്റ് ഇപ്പം ഇങ്ങനെയാണുള്ളത്. അത്യാവശ്യം നീളും, കുറച്ച് നീളൂല എന്നുള്ളൊരു രീതിയിലാണ് നിൽക്കുന്നത്. നമുക്കൊന്ന് സൈഡാക്കിയിട്ട് ഇല്ല ഗൈസ്, കുറച്ചും കൂടിയും ബീഡ്സ് വേണം. ഇങ്ങനത്തെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഗിവ് അവേ ആയിട്ട് തരണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി ഗൈസ്. കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ച് ബീഡ്സ് ആയിട്ട് ഉണ്ടാക്കിയ സാധനം ഗിഫ്റ്റായിട്ട് തരും. ഈ വീഡിയോയുടെ താഴെയാണ് കമൻറ്റ് ചെയ്യേണ്ടത്. സോറി ഗേസ്, അതിൻ്റെ അനിയത്തി വന്നതാണ്. അപ്പോൾ നമുക്ക് ബീഡ്സ് വർക്ക് കണ്ടിന്യൂ ചെയ്യാം. പിന്നെ നിങ്ങൾ ബീഡ്സ് എടുക്കുമ്പോൾ കറക്റ്റ് അളവ് നോക്കി എടുക്കണം. അല്ലെങ്കിൽ ഗൈസ് കുറച്ച് പോയി വിട്ടു ഗൈസ്. അപ്പോൾ നമുക്ക് പോയ മുത്ത് കോർത്ത് കൊടുക്കാം. ഇതാണ് ഗൈസ് മുത്ത്. കോർക്കുമ്പത്തിനും കുറേയൊക്കെ പോവുക ചെയ്യുക. അതുകൊണ്ട് ശ്രദ്ധിച്ച് ചെയ്യണം ഗൈസ്, അല്ലെങ്കിൽ പണി കിട്ടും. ഇട്ടിട്ടുണ്ട്. ഇത്രയും ലെങ്ത്തിലാണ് ഇപ്പം ഉണ്ടാക്കിയിട്ടുള്ളത്. കുറച്ചുകൂടിയും കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ലെങ്ത്ത് ഇനിയും വേണ്ടി വരും. കുറച്ചും കൂടിയും ബീഡ്സ് ഇടേണ്ടി വരും എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബീഡ്സ് ഇട്ട് കൊടുക്കാം. ഓരോണ്ണത്തിലും കുറച്ചീച്ച വെച്ച് ഇട്ട് കൊടുക്കാം.
ഇടുന്നിടത്തോളം നമ്മൾ അപ്പുറത്തും ഇടണം കൂടുതൽ. അപ്പുറത്തും ഒരു 2 ഈച്ച് ഇട്ടിട്ട് നമുക്ക് കെട്ടാൻ തുടങ്ങാം. ഈ വീഡിയോ കുറച്ചും കൂടി കൂടുതൽ ലെങ്ത് ആവുന്നതുകൊണ്ട് നമ്മൾ ഇന്ന് ഒരെണ്ണമുള്ളൂ ഉണ്ടാക്കുന്നുള്ളൂ. കീറുമ്പോൾ കറക്റ്റ് കോണിൽ വെച്ച് നമുക്ക് നോക്കാം. കറക്റ്റ് കിട്ടി ഗൈസ്. നമുക്കിനി മതി കെട്ടാം. ഈ ഈറുമ്പോൾ കെട്ടുമ്പോൾ കുറച്ച് ഇതായിട്ടുണ്ട്, അതുകൊണ്ട് കെട്ടിയിട്ട് കാണാം ഗൈസ്. അപ്പോൾ ഗൈസ് ബ്രേസ്ലെറ്റ് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ കോണുകൾ കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി അപ്പുറത്തെ സൈഡും നല്ലക്ക് മുറുക്കി കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ബ്രേസ്ലെറ്റിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെ ആയിട്ടാണ് ഉള്ളത്. ഇടാൻ പറ്റും. ഇതാണ് ഗൈസ്. നടുക്ക് ഇങ്ങനെയൊക്കെ വരുന്ന ഒരു ഡിസൈനൊക്കെ ഉള്ള ഒരു കുഞ്ഞ് ബ്രേസ്ലെറ്റാണ്. വലിച്ചാലും പൊട്ടില്ല. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ ബൈ ബൈ.